ഹലോ ഗൈസ്, ഇപ്പം നമ്മളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പക്ഷെ ഇത് അഡ്മിനിക്ക് അറിയാൻ കാര്യം, ഞാൻ നീതിനെ പറ്റിക്കാൻ പോവാണ്. നല്ല രീതിയിൽ പറ്റിക്കാൻ പോകണം. കുറച്ച് അമിട്ട് പൊട്ടിക്കട്ടെ എന്ന് വിചാരിച്ചു. സംഭവം വേറൊന്നുമില്ല, ഇന്ന് അല്ല, അവളുടെ ബർത്ത്ഡേ ഈ ഫ്രൈഡേ ആണ്. എന്ന് വെച്ചാൽ 14-ാം തീയതി, വാലന്റൈൻസ് ഡേ. അതുകൊണ്ട് അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ഞാൻ അവളെ ഇഷ്ടമെന്ന് പറയും. അപ്പോൾ എന്തായാലും നോ പറയും, നോയ എന്തെങ്കിലും പറയും. അപ്പോൾ എന്താണ്, ഞാൻ പ്രശ്നം ഉണ്ടാക്കി പോകും. എനിക്കിനി ഫ്രണ്ടാകാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പോകും, അടി ഉണ്ടാക്കിയിട്ട് പോകും. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലാഷ് ആവും. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലാൻ. ക്ലാഷായി കഴിഞ്ഞിട്ട് എന്താ പറയുക, ക്ലാഷായി കഴിഞ്ഞിട്ട് എന്താ പറയുക, അവളുടെ ബർത്ത്ഡേ ഫ്രൈഡേ ആണല്ലോ, ഞാൻ പോകത്തില്ല. അപ്പോൾ മൊത്തത്തിൽ ഡള്ളായിട്ടിരിക്കും. ഭയങ്കര എക്സ്പെക്ട് ബർത്ത്ഡേ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഒന്നും നടക്കാനൊന്നുമില്ല. എന്നിട്ട് നമ്മൾ സാറ്റർഡേ പോയിട്ട് സർപ്രൈസ് കൊടുക്കും. അപ്പോൾ അതെന്തായാലും ഒരു അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. സെറ്റായാൽ മതിയായിരുന്നു, എന്താവും എന്തോ. ഞാനിപ്പോൾ ഇവിടെ അവളെയും കാത്ത് നിൽക്കുകയാണ്. അവൾ ഫാറ്റ് ബാസ്റ്റ് ഇടുന്ന വരികയാണ്. അപ്പോൾ അവിടെയാണ് ഫാറ്റ് ബാസ്റ്റ് തണുക്കുന്നു. നിന്റെ ഒരു കാര്യം പറയാണ്ടായിരുന്നു. സീരിയസ് ആണ്. ചിരിച്ചോണ്ടിരുന്നു ഞാൻ ഇങ്ങനെ പറയും കേട്ടാ, പറയട്ടെ ഞാൻ എന്തായിരിക്കും ഞാൻ പറയാൻ കാരണം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ ഐഡിയ ഇല്ലാത്ത? എനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ പറഞ്ഞത് നീ തന്നെ ഞാൻ ഇപ്പൊ എന്തായിരിക്കും പറയാൻ പറഞ്ഞത്. സീരിയസ് എന്തായാലും എനിക്ക് സീരിയസ് ആണ്. എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ അത് കേട്ടിട്ട് ഞാൻ അതെ വിത്ത് ഞാൻ വേറെ അതാണ് സംതിങ് ഫിഷ് ഈസ് ഗോയിങ് ഓൺ. ഞാൻ കളിക്കലടി കാര്യമായിട്ട് പറഞ്ഞാ വേറെ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. നോക്ക് നോക്ക് ഇവിടെ ഇഷ്ടം പറഞ്ഞാ നിനക്ക് ഏതൊക്കെ ഇഷ്ടം അറിയാം? കളിക്കല്ലേ കാര്യം പറഞ്ഞതാ ഞാൻ. സീരിയസ്ലി തല ഇറങ്ങണം. എന്തിനാ? ഇല്ല ഷിബിൻ, ചുമ്മാ എനിക്ക് പറ്റും. ഷിബിൻ എന്റെ ഫ്രണ്ടാ. നിനക്ക് എന്നാ അങ്ങനെ തോന്നുന്നു? സീരിയസ് ആയിട്ട് പറഞ്ഞു. ഈ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞ കുഴപ്പമില്ല. എന്റെ പൊന്നു ഷിബിൻ, എനിക്കറിഞ്ഞൂടാ നീ എന്നീ പറയുന്നത്. ഇതിനേക്കാൾ എത്രയോ നല്ലൊരു ബന്ധത്തിലാ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ലൈഫ് ലോങ് ഒരു ഇതാണ്. നീ അന്ന് നശിപ്പിക്കല്ലേ പ്ലീസ്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഷിബിൻ. എനിക്ക് വലിയ ആക്ടറാ, ഞാൻ സമ്മതിച്ചു, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ഇച്ചിരി പോലും ഡൗട്ട് നീ തന്നില്ലോ. എന്റെ ഷിഫിൻ, നീ നീ നല്ല കൊച്ചാണ് നീ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അനിയൻ, ഞാൻ എപ്പോഴും പറയുന്ന, ഇവരോട് പറയുന്ന, എന്റെ അനിയനേക്കാളും 1-2 വയസ്സിന് മൂത്തേ ഉള്ളൂ നീ. അപ്പൊ ഞാൻ അങ്ങനെ നിന്നെ കണ്ടോണ്ടിരുന്നു. എനിക്ക് എന്റെ ലൈഫ്, എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നീ പറഞ്ഞതിപ്പോ. അത് നീ അറിഞ്ഞാ മതി. നിനക്കിത് ചുമ്മാ കാഷ്വലായിട്ട് വന്ന് പറഞ്ഞാ മതിയല്ലോ നിനക്ക് ഇഷ്ടാന്ന്. അത് കേട്ടിട്ട് ബാക്കിയുള്ള ഞാൻ എങ്ങനെ അത് റിയാക്ട് ചെയ്യണം, എനിക്കത് ഇതായിട്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാൻ പാടില്ല. അല്ലെ നമ്മൾ ആദ്യം കമ്പനി ആയ സമയത്തൊക്കെ ആയിരുന്നു. ശരി, നീ എന്നെ ഭ്രാന്തിയാക്കുവോ ഇങ്ങനെ? എടാ, നീ ഇപ്പഴേ ഇത് തലേ കേറ്റിക്കോ. നീ പറഞ്ഞു നിനക്കൊരിഷ്ടം തോന്നി, നീ പറഞ്ഞു, അത് നിന്റെ അവകാശം, നിന്റെ സ്വാതന്ത്ര്യം.
യു ക്യാൻ whatever നീ ഇത് പറയാനുള്ള ധൈര്യം. അയ്യോ പാവനീത. നിന്നോട് ഞാൻ മിണ്ടൂലോ, അത് വേറെ നിനക്കറിയാമോ എല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു. എല്ലാം എല്ലാം നീ വിചാരിക്കും ഇങ്ങനത്തെ സംഭവം ഇന്ന് രാവിലെ വരെ വിചാരിച്ചിട്ടില്ല. അറിയാമോ, ഞാൻ ഒരു ദിവസമായിട്ട് ഇതിലൂടെയായിരുന്നു കടന്നു പോണല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ആർദ്ര അങ്ങനെയാണെങ്കിൽ പിന്നെ തിരിച്ചു വിളിക്കില്ല. നീ കാരണമാണ് ഇങ്ങനെ ഉണ്ടാക്കി. ഇവൾക്കായിരുന്നു ഭയങ്കര ചാടാ. എന്റെ ബർത്ത്ഡേ എങ്ങനെയായിരിക്കും എന്താണ് കേക്ക് മുറിക്കൂലേ. ഞാൻ എന്തിനാ പേടിച്ച്? ഞാൻ പറഞ്ഞില്ലേ ഇവരെന്നെ അവിടെ ഇട്ടേച്ചാൽ തന്നെ വീട്ടിൽ പോയി തുറന്നു. എന്റെ ചങ്ക് എനിക്കിവിടെ വേദന ഒക്കെ. ഓക്കെ നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ചേട്ടാ വിളിക്കുന്നു ചങ്കിലടുത്ത ആടി. ഹലോ ചേട്ടാ, വർക്കിന് നീ എവിടെ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വയ്യല്ലോ, എന്ത് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടായില്ലേ? എടാ ഈ ശവത്തിന് ഒരു കുലുക്കൂല. അവിടെ ആദ്ര മൂവി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചേനെ. പ്രേമിച്ചിട്ട് പോയാ മനുഷ്യരുണ്ടല്ലോ പേടിച്ചോണ്ട് കാറിലിരിക്കുക. ചേട്ടൻ വന്ന് പേടിക്കുമെന്ന് അറിയാം. നമ്മളതൊക്കെ സെറ്റാക്കി സീരിയസ്നെസ് കൂടത്തല്ലേ ഉള്ളൂ. ചേട്ടൻ പറയാ ഞാൻ നിന്നെ അവിടെ വിട്ടേക്കാം, ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാൻ വന്നേക്കാം, നീ അവളോട് സംസാരിക്കും. ചേട്ടാ പേടിച്ചു പോയി. 3-ാം തീയതി രാത്രി ഞാൻ കാത്തിരിക്കും ഇൻസ്റ്റയില് സ്റ്റോറി ഇടാൻ. അവൻ ഇട്ടില്ല ഫോട്ടോ. ഇടത്തില്ല, അത് പറഞ്ഞപ്പോഴേ ഇനി ഇടാ. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ പെരുമാറുന്ന പോലെയാണ് ഈ പിശാചൊക്കെ പെരുമാറുന്നത്. ഇതിന് മെന്റലായോന്ന് അങ്ങനെ തന്നെ വിചാരിച്ചു. മെന്റലായി ഞാൻ അത്രയ്ക്കൊക്കെ ഓർത്തില്ല. ഓർക്കുമായിരുന്നെങ്കിൽ ഫ്രൈഡേ വരെ നോക്കും. ഫ്രൈഡേ ആദ്യം ഞാൻ നമ്മള് മെക്ഡോണൽസിലെ കാണില്ല, നമ്മള് കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയുന്നില്ല. നമ്മളെ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ
നിന്റെ ബർത്ത്ഡേ ഫ്രൈഡേ നടത്തൂല, കേക്ക് ഒന്നും മുറിക്കില്ല, നീ വിഷമിക്കണം. വിഷമിച്ചിട്ട് സാറ്റർഡേ നമ്മൾ ആഘോഷിക്കും. പക്ഷെ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അടി ഉണ്ടാക്കണ്ടേ? എനിക്ക് നീ ആയിട്ട് അടി ഉണ്ടാക്കുന്ന ഒറ്റ ചിന്തയുള്ളായിരുന്നു. അപ്പൊ അടി ഉണ്ടാക്കി ഇതല്ലാണ്ട് വേറെ ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല. മമ്മിയോട് പറയണ ഞാൻ എന്താ വീട്ടിൽ പറയാം, ഞാൻ വീട്ടിൽ പറയാം എനിക്ക് ഇഷ്ടമാണ്. ഇന്നലെ അമ്മേനെ വിളിച്ചപ്പോ അമ്മ എടിയാ തിരുവനന്തപുരത്തെ കൊച്ച് ആ കൊച്ചിന്റെ കാര്യമൊന്നും നീ പറയുന്നില്ലല്ലോ, അവൻ എന്നോട് സുഖമാണോ ചോദിക്കാത്ത അമ്മ അന്ന് ഇവിടെ സനമരേ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ഉറക്കം പോയി ശിപ്പിൻ. എനിക്ക് ജലദോഷമോ എന്റെ ഇടയ്ക്ക് പ്രശ്നമായിട്ട് നാട്ടിൽ പോയാലോന്ന് വിചാരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. മനസ്സിലാൻ പാടില്ലല്ലോ. നിന്നെ ഞാനുണ്ട്. അത് മതി, ഇത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ മനസ്സിൽ ഒരു മനുഷ്യനോട് ഞാൻ ഇനി കൂട്ടുകൂടില്ല. അല്ല എന്റെ മുഖം കണ്ടിട്ട് എത്ര പേര് ചോദിച്ചു എന്നറിയോ? ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ആ ദീപ് ഇല്ല അവൻ വന്നിട്ട് ഒരാളോട് പറഞ്ഞു, നിനക്കറിയാവുന്ന ഒരാളോട്, അതില്ല ജിജി. എനിക്ക് തോന്നിയിട്ടില്ല ചേച്ചി, ഞാൻ അവിടെ വന്ന് അവനെ സംസാരിച്ചല്ലേ, നിങ്ങൾ മൂന്നുപേരോടും ഒരേ രീതിയിലാണല്ലോ. നല്ല പറ്റിയായിരുന്നു, നല്ല ബോധവും വിവരവും പക്വതയുള്ള ചെക്കനായിരുന്നു. അവൻ എന്ത് പറ്റിയെന്ന് എനിക്കത് വിശ്വാസം കയറിയത് നശിപ്പിക്കുന്നുണ്ട്, എന്റെ സ്വസ്ഥത നശിപ്പിക്കും. അത്രേ ഉള്ളൂ. ഒരു പൂവും കൂടെ സെറ്റാക്കാന്ന് വിചാരിച്ചു. കേക്ക് കഴിച്ചിട്ട് നോക്കണം. പറയൂ എക്സ്പീരിയൻസ്. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്ന ഷിഫിനും ആനിനും ഷിബിൻ ചേട്ടനും ആദരിക്കും എന്താ പറയുക, കോടി നന്ദി.